ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ ഇന്നൊരു ഷോപ്പിങ്ങിന് പോയി. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കാര്യം പറഞ്ഞിട്ട് തുടങ്ങാം. ഞാൻ ഇന്ന് ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഷോപ്പിങ്ങിന് പോയപ്പോൾ ഞാൻ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. അപ്പം അതിന് തന്നെ ഞാൻ ആദ്യം തന്നെ ക്ഷമ പറയുകയാണ്. വീഡിയോസ് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു വന്നിട്ട് ഞാൻ മേടിച്ച സാധനങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളെയും കൂടെ കാണിച്ചു തരാം. പൊട്ടിച്ച പോലില്ല, വന്ന് കയറി അപ്പോഴേ ഞാൻ അപ്പാടെ വീഡിയോ എടുക്കുകയാണേ. അപ്പോൾ നിങ്ങളെയും കൂടെ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഞാൻ ഈ മേടിച്ചത് ഷോപ്പിൽ നിന്നോ മാർക്കറ്റിൽ നിന്നോ ഒക്കെ ആയിട്ടാണ് ഞാനത് മേടിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് നാട്ടിലും ഈ ഷോപ്പ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ മേടിച്ച സാധനങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കിയിട്ട് പോയി ആ ഷോപ്പിൽ പോയി മേടിക്കാം. അതുപോലെ നിങ്ങൾ ഡൽഹിയിൽ വരുന്നവരാണെങ്കിൽ ഈ പറയുന്ന മാർക്കറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് സാധനം മേടിക്കാം. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആട്ടോ ഞാൻ പറയുന്നത്. ഞാൻ ആ മാർക്കറ്റിൽ പോയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയുന്നത്. അപ്പോൾ അവിടെ പോയി നമുക്ക് സാധനം മേടിക്കാം. പിന്നെന്താ പറയുന്നത്, അപ്പോ ഞാൻ വിചാരിച്ചു നമുക്ക് ഒരു അൺബോക്സിംഗ് എന്ന് പറയാല്ലേ, അൺബോക്സിംഗ് ആയിട്ട് പറയാം. അപ്പൊ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ എങ്ങനെയാ തുടങ്ങാല്ലേ, നമുക്ക് വീഡിയോയിലോട്ട് കിടന്നാലോ. ആദ്യം തന്നെ കൊച്ചു 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 സാധനങ്ങളിൽ നിന്ന് തുടങ്ങാൻ വിചാരിച്ചു. കൊച്ചു കൊച്ചു സാധനങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സാണ്. ഈ ഒരു പേഴ്സ് മാത്രമല്ല, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഈ ഒരു പേഴ്സ് മാത്രല്ല, ഈ ഒരു പേഴ്സ് എങ്ങനുണ്ട്? ഈ പേഴ്സ് കൊള്ളാല്ലേ? ഇതിന് 150 രൂപയാണ് കേട്ടോ. ഒരെണ്ണത്തിന് 150 രൂപയാണ്. അപ്പൊ ഞാൻ 2 പേഴ്സ് മേടിച്ചിട്ടുണ്ട് വീട്ടിൽ കൊണ്ടുപോകാനായിട്ട്. അപ്പൊ നല്ല അത്യാവശ്യം നല്ല സ്ഥലമൊക്കെ ഉണ്ട്. ഇതിന് 3 ഉറ എടുത്തിട്ടുണ്ട് കേട്ടോ. 3 4 ഉറ 4 ഉറ 4 അല്ല, 5 ഉറ. 1 2 3 4 5 6 ഉറ 6 ഉറയുണ്ട്. കൊള്ളാം. അത്യാവശ്യം സാധനങ്ങൾക്ക് ഇരിക്കുന്ന പേപ്പർ ഒത്തിരി നമ്മൾ പോരാ കൊടുക്കുന്ന സാധനമല്ലേ. അപ്പൊ നല്ല രീതിക്ക് കൊടുക്കണമെന്ന് വെച്ചിട്ട് ഞാൻ ഇതിനൊന്നും എടുത്ത് മാറ്റിയിട്ടില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റി വരുന്നുണ്ട് കേട്ടോ. ഇതിന് നല്ല ഉറയൊക്കെ ഉള്ള. ഞാൻ പിന്നെ ഇതിനൊന്നും ഇളക്കി മാറ്റിയില്ല കേട്ടോ. നമുക്ക് ഒരാൾക്ക് കൊടുക്കുന്ന സാധനം ആയതുകൊണ്ട് ഞാൻ വീട്ടിൽ കൊണ്ടുപോകാനുള്ളത് കൊണ്ടും ഇതെന്റെ ഗ്രാൻഡ് മദറിന് സർപ്രൈസ് കൊടുക്കാൻ ഞാൻ കൊണ്ടുപോകാണ്. ഇത് വേറൊരാളുള്ളത് ഞാൻ പറയുന്നില്ല ആർക്കാണ്. ഇതെന്റെ അപ്പച്ചിക്കാണ് കേട്ടോ. കഴിഞ്ഞ തവണ ഞാൻ പോയപ്പോ അപ്പച്ചിക്ക് ഞാൻ പേഴ്സ് കൊണ്ടുപോയില്ലായിരുന്നു. അപ്പൊ ഇതിനകത്ത് ഏതാണെന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല. എൻ്റെ അമ്മൂമ്മ അപ്പച്ചിയും കൂടെ തീരുമാനിച്ച് എടുക്കുന്നതായിരിക്കും. എൻ്റെ അമ്മയ്ക്കും 2 അമ്മമാർക്കും ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് അറിയില്ലായിരുന്നു. അമ്മൂമ്മയ്ക്ക് അങ്ങനത്തെ പേഴ്സ്, അമ്മയ്ക്ക് ഞാൻ ബാഗ് കൊണ്ടുപോയത്. അപ്പോ ഞാൻ അമ്മൂമ്മ എന്നോട് പറഞ്ഞു, അമ്മൂമ്മ എന്നെ പറയാതെ പറഞ്ഞു, എനിക്കിങ്ങനെ ആനവെ കൊണ്ടുപോകണോ ചെറിയ പേഴ്സ് എന്നൊക്കെ പറഞ്ഞു. ഇത്തവണ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒന്നും കൊണ്ടുവരണ്ട, നീ വരുമ്പോ എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. പക്ഷെ ഇത് ഞാൻ പറഞ്ഞിട്ടില്ല. സർപ്രൈസ് അമ്മയുടെ ഞാൻ പറഞ്ഞു, ഇങ്ങനെ സാധനം കൊണ്ടുവരുന്നുണ്ട്. ഇപ്പൊ അമ്മൂമ്മയ്ക്ക് മരുന്നൊക്കെ കൊണ്ടുപോകാം. അമ്മൂമ്മ അമ്പലം അപ്പൊ അപ്പച്ചിരം കൊണ്ടൊക്കെ പോകുമ്പോൾ അമ്മൂമ്മയ്ക്ക് ഇപ്പൊ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അമ്മൂമ്മയ്ക്ക് നല്ലൊരു ബാഗ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അവര് കുഞ്ഞൊരു ബാഗാണ് യൂസ് ചെയ്യുന്നത്. ഈ ഞങ്ങൾക്കറിയാം, നമുക്ക് ഈ ജ്വല്ലറി എന്നൊക്കെ കിട്ടുന്ന ബാഗ് ഉണ്ടല്ലോ, പേഴ്സ് ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെയാണ് കേട്ടോ അമ്മൂമ്മ കൊണ്ടു നടക്കുന്നത്. അമ്മൂമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതെനിക്ക് ഭയങ്കര, ഇത് അമ്മൂമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ് ഇത്. പക്ഷെ എനിക്ക് അറിയത്തില്ല, മിക്കവാറും ഇത് അപ്പച്ചിക്ക് കൊടുത്തിട്ട് ഇത് അമ്മൂമ്മ എടുക്കും, അല്ലെങ്കിൽ ഇത് അമ്മൂമ്മ എടുത്തിട്ട് ഇത് അപ്പച്ചിക്ക് കൊടുക്കും, ഇത് അപ്പച്ചിക്ക് കൊടുത്തിട്ട് അമ്മൂമ്മ എടുക്കും. അങ്ങനെയൊക്കെ നല്ലതാണ്. അടുത്തത് കാണിച്ചില്ലല്ലോ. നെക്സ്റ്റ് വന്നിട്ട്, അപ്പോൾ ഇതും നല്ല രീതിയിൽ സ്പേഷ്യസ് ആയിട്ടുള്ള ഉറയൊക്കെയുള്ളതാണ്. പക്ഷെ ഇതിന്റെ അത്ര ഉണ്ടെന്ന് വെച്ചാൽ ഇതില് സ്പേസ് ഉണ്ട്. ഇതിന് 3 ഉറയെ വരുന്നുള്ളൂ കേട്ടോ. ഇത് കുറച്ച് ഫാൻസി ആയിട്ടുള്ള ബാഗ് അല്ലേ, നമുക്കിനി കൊണ്ടൊക്കെ പോകാനുള്ള അങ്ങനത്തെ ഒരു ബാഗ്. ഇത് കൊള്ളാം. അപ്പൊ ഞാൻ വാങ്ങിച്ചെന്ന് പറഞ്ഞില്ലല്ലോ, ഞാൻ ഇത് 2ഉം മേടിച്ചത് കരോൾ ബാഗ് എന്നാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ആ മാർക്കറ്റ് അറിയായിരിക്കും. കരോൾ ബാഗ് മെട്രോ സ്റ്റേഷൻ ഒക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ട്രാവൽ ഒക്കെ എളുപ്പമായിരിക്കും. അപ്പൊ അവിടെ നിന്നിട്ട് ഞാൻ സാധനങ്ങൾ മേടിച്ചത് വളരെ കുറച്ച് സാധനങ്ങൾ ഞാൻ അവിടെ നിന്ന് മേടിച്ചിട്ടുള്ളൂ. അപ്പൊ അതിനകത്ത് ഒന്നാണ് ഈ പറയുന്ന പേഴ്സ്. അപ്പൊ പേഴ്സൊക്കെ നല്ല അത്യാവശ്യം നല്ല നല്ല ഇഷ്ടം പോലെ കളക്ഷൻ ഉണ്ട്. നിങ്ങൾ പോയി നോക്കിക്കോളൂ. ഞാൻ ഇത് ആയതുകൊണ്ട് എനിക്ക് കുറെ ബാഗിൽ കണ്ണുടക്കി. എനിക്കിപ്പോ ബാഗുകളുടെ ഭയങ്കര ഭ്രാന്താണ്. എനിക്ക് കുറെ ബാഗിൽ ഞാൻ ഇങ്ങനെ കണ്ണുടക്കി പക്ഷേ ഞാൻ അവർക്കായിട്ട് മേടിച്ചു. എനിക്കിപ്പം ഞാൻ ഇതൊക്കെ മേടിച്ചു കൂട്ടിയാലും ഞാൻ ഒന്നും ഉപയോഗിക്കാൻ പോകില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ അവർക്ക് മേടിച്ചതേ ഉള്ളൂ. ഞാനിങ്ങനെ എല്ലാം കണ്ടിട്ടിങ്ങ് വന്നു. പിന്നെ ഈ ഡ്രസ്സൊക്കെ എടുക്കാൻ പോയാലും ഞാൻ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല പറയണം. എടുക്കാൻ പോയാലും ഇപ്പൊ ഫുൾ വിന്റർ വെയേഴ്സ് ആണ്. നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഈ സാധനം ഒന്നും ഇടാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഒന്നും മേടിച്ചില്ല. നമ്മുടെ ഈ 1000 രൂപയ്ക്ക് വരുന്ന എന്താ പറയുക, ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഫോട്ടോ കാണിക്കാം. ഈ ഒരു ടോപ്പിനൊക്കെ അവിടെ 700 രൂപയുള്ളൂ കേട്ടോ. അതൊക്കെ വെച്ചിട്ടാണെങ്കിൽ ഇത് ലാഭമല്ലേ. അപ്പൊ നിങ്ങൾ പോയി മേടിച്ചോളൂ. നല്ല വിന്റർ കളക്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട്. അതുപോലെ നമ്മുടെ എന്താ പറയുക ട്രഡീഷണൽ കൈൻഡ് ഓഫ് ചുരിദാർ മെറ്റീരിയൽ, ബൂട്ട്സിന്റെ കളക്ഷൻസ്, ചപ്പലിന്റെ കളക്ഷൻസ് എല്ലാം ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഞാൻ ഭയങ്കര കാര്യത്തിൽ ബൂട്ട് എടുക്കാൻ പോയി. കയറി പിടിച്ചതും 3500 4500 പറഞ്ഞു. ഇതിനേക്കാൾ നമുക്ക് മീഷോയിൽ കിട്ടുമെന്നുള്ളത് കൊണ്ട് ഞാൻ അവിടെ വെച്ചിട്ട് പോകുന്നു. ഇപ്പൊ ഭയങ്കര സെയിലല്ലേ അവർക്കും ബൂട്ടിന്റെ കളക്ഷനൊക്കെ. ഇതിനേക്കാൾ നമ്മൾ സ്റ്റുഡിയോയിൽ കിട്ടുമല്ലേ 900 രൂപയ്ക്ക് എങ്ങാണ്ട്. അപ്പൊ പിന്നെ പോട്ടെ. അപ്പൊ ഇത് 2ആണ്
നമ്മുടെ ആദ്യത്തെ പ്രൊഡക്റ്റ്. അടുത്തത് വന്നിട്ട് ക്യൂട്ടായിട്ടുള്ള ഒരു ഇയറിംഗ് ആണ് ഗൈസ്. ഈ ഇയറിംഗ് ആണ്, കാണാൻ പറ്റുന്നുണ്ടല്ലോ, കറുത്ത ഇയറിംഗ് ആണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. ഇതിന് 50 രൂപ. നേരത്തേക്ക് ഈ സാധനത്തിനൊക്കെ 30 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അതായത് ഒരു വർഷം മുമ്പാന്ന് തോന്നി ഞാൻ ശരിക്കും ഒരു മാർക്കറ്റിൽ പോയി പർച്ചേസ് ചെയ്യുന്ന. ഞാൻ ആദ്യം ഡൽഹിയിൽ വന്നു, പിന്നെ ഞാനിങ്ങനെ മാർക്കറ്റിൽ പോയിട്ടില്ല. ഞാൻ ഈ പറയുന്ന വിശാൽ മാർട്ടിൽ നിന്നാണ് കേട്ടോ. വിശാൽ മാർട്ട് ഞാൻ പറയണ ആ ഷോപ്പിന്റെ പേര് വിശാൽ മാർട്ട്. വിശാൽ മാർട്ടിൽ നിന്നാണ് ഞാൻ സാധനങ്ങളൊക്കെ മേടിക്കാറ്. അത്യാവശ്യം നല്ല വിലക്കുറവിനൊക്കെ സാധനം കിട്ടും. അപ്പം ഇതാണ്, ഈ കമ്മലാണ്. നല്ല കമ്മലല്ലേ? ഇതിനും 50 രൂപയുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ സാധനമൊക്കെ നാട്ടിലും 40 രൂപയ്ക്ക് കിട്ടും. നമ്മുടെ ട്രിവാൻഡ്രത്തെ ഷോപ്പ് നിങ്ങളെ ഇഷ്ടം പോലെ വീഡിയോ കണ്ടിട്ടില്ല. എനിക്ക് ഒരു ദിവസം അവിടെ പോകണം, വീഡിയോ ചെയ്യണമെന്നുണ്ട്. നല്ല 40 രൂപയ്ക്ക്. ഇതിന്റെ വേറെ 2 എൻ്റെ ഉണ്ട്. നല്ല കളക്ഷൻ. 40 രൂപയ്ക്ക് ഞാൻ മേടിച്ചത്. 10 രൂപയുടെ എക്സ്ട്രാ കൂടുതലാണേ. 1 രൂപ പോലും അവര് കുറയ്ക്കൂല. അത്യാവശ്യം ബാർഗനിങ് ഒന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നമ്മൾ ഇപ്പം ട്രെൻഡിങ് ആയി ഓടിക്കൊണ്ടിരിക്കുന്ന ആന്റി ടാർണിഷ് ഇഷ്ടം പോലെ. നിങ്ങൾക്ക് ആന്റി ടാർണിഷ് ജ്വല്ലറീസ് നമ്മുടെ ഓൺലൈനിൽ കിടക്കുന്ന സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നേരെ ഈ മാർക്കറ്റ് ഇവിടെ ഉള്ളവരാണെങ്കിലും ഇനി ഇങ്ങോട്ട് വരുന്നവരാണെങ്കിലും വെക്കേഷനൊക്കെ വരല്ലേ, വന്ന് നോക്കിക്കോളൂ. ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. ഞാൻ ഇഷ്ടം പോലെ കണ്ടു. ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ച 2-3 ബാംഗിൾസ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഞാനത് കാണിച്ചു തരാം. ഉടനെ ഞാൻ വീഡിയോ ചെയ്യട്ടെ. ചേട്ടൻ തിരക്കുകളുണ്ട് കേട്ടോ, എനിക്ക് ചെയ്യാൻ പറ്റാം. ഞാൻ എന്തായാലും ചെയ്യാം. ആ ജ്വല്ലറീസ് ഒക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് അതിന്റെ വില ചോദിക്കാൻ പറ്റിയില്ല. എന്നാൽ എനിക്കത് നിങ്ങൾക്ക് അതിനൊരു കമ്പയർ ചെയ്തിട്ട് എനിക്ക് പറയാൻ പറ്റുമായിരുന്നു. അടുത്തത് ഈ ഒരു ആന്റി ടാർണിഷ് ജ്വല്ലറി നമ്മൾ മീഷോയിലൊക്കെ കാണുന്ന ഈ ഒരു കമ്മലാണ് കേട്ടോ. ഇത് എനിക്ക് 50 രൂപയ്ക്കാണ് കിട്ടിയത്. 120 രൂപയാണ്ടാന്ന് തോന്നുന്നു മീഷോയിലെ വില. പക്ഷെ എനിക്ക് ഇവിടെ ഇത് 50 രൂപയ്ക്ക് കിട്ടി. പക്ഷെ ഒരു പ്രത്യേകത ഉണ്ട്, ചിലപ്പോൾ മീഷോയിൽ കളറ് പോകില്ലായിരിക്കും, ഇത് ചിലപ്പോൾ കളറ് പോകും. ഇതിന് എനിക്കൊരു ക്വാളിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ക്വാളിറ്റി ഉണ്ട്. കമ്പി പോലെ ഇരിക്കണേ കൊള്ളാമല്ലേ സംഭവം. ഇതിന് മാലയൊക്കെ ഉണ്ടായിരുന്നു. എനിക്കിതിന് മാല വേണ്ടാത്തതുകൊണ്ട് ഞാൻ കമ്മലിൽ ഒതുക്കി. ഈ കമ്മലും ഇഷ്ടപ്പെട്ടു, ഈ കമ്മലും ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ 2 കമ്മലുകളാണ് ഗൈസ് എടുത്തത്. അപ്പം ഇതാണ് എൻ്റെ അടുത്ത പ്രോഡക്റ്റ്. അപ്പോൾ നമ്മൾ വിശാൽ മാർട്ടിന്ന് നെക്സ്റ്റ് ഞാൻ മേടിച്ചിട്ടുള്ളത് ഈ സാധനം ഞാൻ പറയാതെ എല്ലാവർക്കും അറിയാം. ഇതിന്റെ ഡബിൾ സൈഡ് വരുന്നതിന് 100 രൂപയും ഇങ്ങനെ സിംഗിൾ സൈഡ് ഈ സാധനം വരുന്നതിന് 50 രൂപയായിരുന്നു. ഇഷ്ടംപോലെ കവർ കേസസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇഷ്ടം പോലെ ഉണ്ട്. സോറി, ബാക്ക് കവർ ഒക്കെ ഉണ്ട് കേട്ടോ. ബാക്ക് കവർ കേസസ് ഒക്കെ, ഫോൺ കേസസ് അങ്ങനെയല്ല പറയാ. ഫോൺ കേസസ് ഒക്കെ ഒരുപാടുണ്ട്. എൻ്റെ ഫോണിലുള്ളത് ഉണ്ടായിരുന്നില്ല. ഫാൻസി കവർ ഉണ്ടായിരുന്നില്ല. ബാക്കി ചിലപ്പോൾ ഐഫോണിനൊക്കെ ഇഷ്ടം പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ എന്താ പറയാ മാർക്കറ്റിൽ നിന്നും നമ്മുടെ കരോൾ ബാഗിൽ നിന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. CP പോകുന്നവരാണെങ്കിൽ എന്തായാലും പോവുക, അവിടെ പോയി മേടിക്കുക. അതുപോലെ വേറൊരു മാർക്കറ്റ് ഉണ്ടല്ലോ, പേര് ഞാൻ മറന്നുപോയി ഗൈസ്. ആ മാർക്കറ്റ് ചെയ്ത പാലിക ബസാർ. സോ അവിടെ നിങ്ങൾ പോകണം. സരോജിനി ഉണ്ട്. അപ്പൊ എല്ലായിടത്തും പോയി കാണാൻ നോക്കാം. ഇതുപോലുള്ള എല്ലാ സാധനങ്ങളും എല്ലാ മാർക്കറ്റിലൊക്കെ ഒരുപോലെ ആയിരിക്കും. സരോജിനിയിലും ഉണ്ട് ഇതുപോലെ. സരോജിനിയിലും ഈ ഇടയ്ക്ക് എൻ്റെ ഒരു കസിൻ സിസ്റ്റർ പോയിട്ട് പറഞ്ഞു 100 രൂപയ്ക്കൊക്കെ ജീൻസ് ഒക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ അതൊക്കെ പോയി വരുന്നവരാണെങ്കിൽ പോയി ഫുൾ എക്സ്പ്ലോർ ചെയ്തിട്ട് സരോജിനി പോവായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും പോയി മേടിക്കുക. വിന്റർ കളക്ഷൻസ് ആയിരിക്കും ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. പിന്നെ എന്താ പറയാ, അപ്പൊ ഇത്രയാണ് നമ്മൾ അവിടുന്ന് മേടിച്ചിട്ടുള്ളത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ വിശാൽ മാർട്ടിലേക്ക് പോവാം ഗൈസ്. വിശാൽ മാർട്ടിലേക്ക് പോകുമ്പോൾ കുറച്ച് അധികം സാധനങ്ങളുണ്ട് ഞാൻ മേടിച്ചത്. അപ്പൊ എല്ലാം നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് അതിലോട്ട് പോകാം. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് വിശാൽ മാർട്ടിലേക്ക് വരികയാണെങ്കിൽ ഞാൻ ആദ്യം എന്ത് കാണിക്കും? ഞാൻ ആദ്യം ഇത് കാണിക്കാം. ഇത് വിശാൽ മാർട്ടിൽ നിന്നല്ല കേട്ടോ. ഇത് ഞാൻ പുറത്തുനിന്ന് മേടിച്ചതാ, ഷോപ്പിൽ നിന്ന് മേടിച്ചതാ. ഇത് എന്താ പറയാ, ഒരു ഷാംപൂ പ്ലസ് കണ്ടീഷണർ ആണ് ഡോവിന്റെ. എനിക്കിത് അറിയത്തില്ല, ഇത് എന്താ പറയാ നല്ലതാണോ എന്നൊന്നും പറയാറായിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഇതിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല. സോ ഞാൻ ഇത് മാറ്റി വെക്കുകയാണ്. ഇത് ഷോപ്പിൽ നിന്ന് മേടിച്ച സാധനമാണ്, ഷാംപൂ പ്ലസ് കണ്ടീഷണർ. അത് വിടാം. നമുക്കിനി മറ്റു സാധനങ്ങളിലേക്ക് കിടക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ കുറച്ച് ഡ്രസ്സസ് ആണ് ഗൈസ്. കുറച്ച് ഡ്രസ്സ് എനിക്ക് ഏട്ടന് വേണ്ടിയിട്ടുള്ള കുറച്ച്. അയ്യോ ഗൈസ്, ഞാൻ ഒരു സാധനം പറയാൻ വിട്ടുപോയി. മാർക്കറ്റിൽ നിന്ന് ഒരു സാധനം കൂടി മേടിച്ചിട്ടുണ്ട്. അയ്യോ, എൻ്റെ ഏട്ടന് വേണ്ടിയിട്ട് മേടിച്ചതാണേ. ഈ ഒരു ടീഷർട്ട്, വെള്ള ടീഷർട്ട്, ഇത്രയുണ്ട് ലെങ്ത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. കണ്ടോ ഗൈസ്, അതും അലൻസോളി. ഇത് ഡ്യൂപ്പാണ് ഗൈസ് അലൻസോളിയുടെ. 300 രൂപ കിട്ടിയതാ. 300 രൂപ അലൻസോളിയെ. നല്ല സാധനം, നല്ല മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നല്ല മെറ്റീരിയൽ. തണുപ്പത്തിടാൻ പൊളി 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 ക്വാളിറ്റിക്ക് ഒരു രക്ഷയില്ല കേട്ടോ. മസ്റ്റായിട്ട് നോക്കിക്കോളൂ, ഒരു രക്ഷയില്ല. അലൻസോളിയുടെ ഡ്യൂപ്പാണെങ്കിലും നമുക്ക് എന്താ അലൻസോളി KBSS. ഓക്കെ, എന്താ പറയാ,
അത്യാവശ്യം നല്ല 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 പൊളി സാധനമാണ്. ഇപ്പം എല്ലാവരും നോക്കിക്കോളൂ. ഇത് പക്ഷേ ഇത് വാഷ് ചെയ്തിട്ട് എടുക്കാവുള്ളൂ കേട്ടോ. നിങ്ങളിപ്പം ഡൽഹിയിൽ നിന്ന് മാർക്കറ്റിൽ നിന്നായാലും ഈ പറയുന്ന വിശാൽ മാർട്ടിൽ നിന്നായാലും എവിടെ നിന്ന് മേടിച്ചാലും, നാട്ടിലത്തെ കാര്യം എനിക്ക് അറിയില്ല, നല്ല ഇതാണ്. പക്ഷെ നാട്ടിൽ നിന്ന് ഞാൻ അങ്ങനെ കഴുകിയിട്ടൊന്നും യൂസ് ചെയ്യാറില്ല. പക്ഷെ ഇവിടെ നമ്മൾ എന്ത് മേടിച്ചാലും അത് കഴുകിയേ യൂസ് ചെയ്യാവുള്ളൂ. ഞാനിതിപ്പോൾ കഴുകാനായിട്ട് കൊണ്ടുപോയിടാൻ പോവാട്ടോ. അപ്പോൾ അത് നിങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചോളൂ. ഇതിൽ നല്ല അഴുക്കുണ്ട് കേട്ടോ, നല്ല അഴുക്കുണ്ട്. ഞങ്ങൾ പറ്റിച്ച അഴുക്കല്ല, ഇത് അവിടുന്ന് തന്നെ പറ്റിയ അഴുക്കാണ്. അപ്പൊ കാര്യം എല്ലാവരും വന്നിങ്ങനെ നോക്കി എടുത്തിട്ട് പോകുന്ന സാധനമല്ലേ. അപ്പം നിങ്ങൾ മസ്റ്റായിട്ടും അഴുക്ക് ശ്രദ്ധിച്ചോളാം. ഇത് കൊണ്ടുവന്നാൽ അപ്പോഴേ ഡെറ്റോൾ ഒഴിച്ച് കഴുകുക, ഡെറ്റോൾ ഒഴിച്ച് കഴുകണം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഷോപ്പിൽ നിന്ന് മേടിച്ച കുറച്ച് സാധനങ്ങൾ കാണാം. ഇത് 2 ടീഷർട്ടാണേ. ഇതിനകത്ത് എന്താ ഇപ്പൊ ഉള്ളേ, ഇതിനകത്ത് ലോഗോ ഉണ്ട്, പക്ഷെ എന്ത് ലോഗയാണെന്ന് എനിക്കറിയില്ല. ഇത് നല്ല നൈസ് എന്ന് പറഞ്ഞാൽ നൈസ്. ഇത് ഞാൻ ഉടനെ മുക്കും, ഇഷ്ടപ്പെട്ടു എനിക്ക്. നോക്കൂ ഗൈസ്, നല്ല സൂപ്പർ ടീഷർട്ട്. ഇത് 2 കളറിലാണ് എടുത്തിട്ടുള്ളത്. ഇതിന് 199 രൂപയ്ക്ക് 2 എണ്ണം, ബൈ 1 ഗെറ്റ് 1. അല്ല ഗൈസ്, അല്ല, ഒരെണ്ണത്തിന് 199 രൂപയായിരുന്നു കേട്ടോ. 109 രൂപയുള്ളൂ, 199 ഇല്ല ഗൈസ്. 109 രൂപയുള്ളൂ രണ്ടെണ്ണത്തിന്. അല്ല, ഒരെണ്ണത്തിന് 109 രൂപയുള്ളൂ കേട്ടോ. അങ്ങനെ 2 എണ്ണം മേടിച്ചു. ഞാൻ എന്തൊക്കെയാ പറയുന്നത്, 2 എണ്ണം മേടിച്ചു. നല്ല സൂപ്പർ ക്വാളിറ്റി ഉള്ള നല്ല നല്ല ചൂടത്തൊക്കെ ഇടാൻ പറ്റിയ നല്ല സൂപ്പർ. ഞങ്ങൾ ഇനിയിപ്പോ നാട്ടിൽ പോകുന്നുള്ളതുകൊണ്ട് കേട്ടോ ഏട്ടൻ ഇത് മേടിച്ചത്. ഇവിടെ ഇനിയിപ്പോ ഇത് ഇങ്ങനത്തെ ഉള്ളതൊന്നും ഇടാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ടിട്ട് നല്ല അങ്ങനത്തെ നല്ല മെറ്റീരിയൽ ആണ് ഗൈസ്. ഇത് 3 എണ്ണം ഏട്ടൻ ഇത്തവണ മേടിച്ച 3 എണ്ണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാര്യം ഇത് നാട്ടിലെ നമുക്ക് ചൂട് സമയത്തും ഇവിടെ ഇനിയിപ്പം ഇത് കഴിഞ്ഞോടെ ഭയങ്കര ചൂടാണ്. അപ്പൊ ഇത് നല്ല ബ്രീത്തബിൾ മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് രണ്ടും. അപ്പൊ ഇത് രണ്ടും നല്ലപോലെ സുഖമുള്ളതായിട്ട് നമുക്ക് ഇടാനായിട്ട് നല്ല സുഖമുള്ള മെറ്റീരിയലാണ്. ഇതും മഞ്ഞത്തിടാൻ സൂപ്പർ സാധനമാണ്. അപ്പോൾ നിങ്ങൾ മാർക്കറ്റിൽ പോകുന്നുള്ളവർ മസ്റ്റിട്ട് നോക്കുക. അതുപോലെ വിശാൽ മാർട്ടിൽ പോകുന്നവരവർ നോക്കുക. വിശാൽ മാർട്ടിൽ ഇഷ്ടംപോലെ വിന്റർ കളക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ അങ്ങനെ വരുമല്ലോ. അതുപോലെ ഇങ്ങനത്തെ കളക്ഷൻസ് ഉണ്ട്, കുർത്തീസ് ഉണ്ട്, ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. വിശാൽ മാർട്ടി ഇല്ലാത്ത ഐറ്റംസ് ഒന്നുമില്ല. ഗ്രോസറി എല്ലാ സാധനങ്ങളും ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ കുറെ ഐറ്റം. ഇങ്ങനെ ഞാൻ മേടിച്ചിട്ടുള്ളത് ഈ ഒരു ഹുഡിയാണേ. ഹൈ ഹൈ ഹൈ, നല്ല ഹുഡി കേട്ടോ, നല്ല രസമുണ്ട്. കണ്ടില്ലേ, ബിയറിന്റെ പടം, ബിയറല്ല പട്ടിക്കുട്ടിയുടെ പടമൊക്കെ വന്നിട്ട് നല്ലൊരു കുർത്തി. ഇത് എല്ലാം ആണെങ്കിലും ഞാൻ ഇതെടുത്ത എല്ലല്ലേ, ലാർജ് സൈസാണ് എടുത്തിട്ടുള്ളത്, മീഡിയം ആണ് എടുത്തിട്ടുള്ളത്. പക്ഷെ എനിക്ക് അത്യാവശ്യം വലുതാണ്, നല്ലതാണ്, സൂപ്പറാണ്, അടിപൊളിയാണ് ഗൈസ്. സൂപ്പറായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ഒരു ടീഷർട്ടാണ് എടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഹുഡിയാണ് എടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു പച്ച ജീൻസ് എടുത്തു ഗൈസ്. പക്ഷെ എനിക്കൊരു അബദ്ധം പറ്റിയത്, എനിക്കിത് കുറച്ച് ചെറുതാണ്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ ഞാനിത് എക്സ്ചേഞ്ച് ചെയ്യണോ ഞങ്ങളിപ്പം 1 മണിക്കൂർ ട്രാവൽ ചെയ്തൊക്കെ പോകണം. അതുകൊണ്ട് അത് വയ്യാത്തത് കൊണ്ട് എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എൻ്റെ സൈസ് 34 ആണ്. പക്ഷെ എനിക്ക് 34 എടുത്തിട്ടും ഇതങ്ങോട്ട് ശരിയാവുന്നില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ഇറക്കം ഭയങ്കര കുറവാണ്. ഭയങ്കര എന്ന് പറഞ്ഞാൽ എനിക്ക് എന്താ പറയാ, ഈ ഉപ്പുറ്റിയല്ല, നമ്മുടെ മുട്ടിന്റെ അവിടെ കുറച്ച് കാൽമുട്ടില്ലേ, പത്തിയിൽ അവിടുത്തെ മുട്ട് അങ്ങനെയല്ലേ പറയാ, അവിടെ നിന്ന് കുറച്ചുകൂടെ മേളിലേക്ക് കയറിയിരിക്കാം, കവർ ചെയ്ത് കിടക്കുന്നില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഈ ഹുഡിയും ഇതും കൂടെ സെറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അതുകൊണ്ട് ഞാനിത് എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല. എല്ലാവരും സൈസ് നോക്കിയെടുക്കണേ, വലിയ സൈസുകളൊന്നും ഇല്ലടാ. ഈ ഒരു പച്ചയ്ക്ക് മാത്രമാണ് അവിടെ 34 ഉണ്ടായിരുന്നത്. 36 ഒന്നും നിങ്ങൾ വിചാരിക്കേ വേണ്ട. ഇവിടെ ഇല്ലായിരുന്നു. നാട്ടിൽ ചിലപ്പോൾ കളക്ഷൻ കാണും കേട്ടോ. ഞാൻ നാട്ടിലെ ജീൻസ് നോക്കിയിട്ടില്ല. പക്ഷെ ഇനി വരുമ്പോൾ എനിക്ക് എന്തായാലും നോക്കണം. അപ്പോൾ ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ടാവും, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ പണ്ട് എന്താ പറയാ, അത് കഴിഞ്ഞിട്ട് വേറെ 2 സാധനങ്ങളും കൂടി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ മേടിച്ചതാണ് ഈ 2 സാധനങ്ങൾ. ഈ രണ്ട് സാധനം ഞാൻ മേടിച്ചെന്ന് പറഞ്ഞാൽ, ഒന്ന് മേക്കപ്പിന്, ഒന്ന് എൻ്റെ കുറച്ച് ആക്സസറീസ് കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാനായിട്ട് എനിക്ക് 2 എണ്ണം മേടിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഉടനെ തന്നെ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാട്ടോ. എൻ്റെ മേക്കപ്പ് കിറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഉടനെ ഇടുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടുമാണ് ഞാൻ ഇങ്ങോട്ട് നോക്കിയത് അലുമാരി തുറന്നിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. വെറും 99 രൂപയുള്ളൂ കേട്ടോ. അതിന് വെറും 99 നിങ്ങൾ കേൾക്കുമ്പോഴത്തേക്കും ഇത് നല്ല ലെതറിന്റെ ക്വാളിറ്റിയാണ്. പക്ഷെ ഇത് നിങ്ങൾ വിശ്വസിക്കേണ്ട, ഇത് പിഞ്ചും ഇവിടെ തന്നെ ഇപ്പോഴേ പിഞ്ചി ഇരിക്കുകയാണ്. സോ ഇതിന്റെ കാര്യം ഞാൻ പറയില്ല. നിങ്ങൾ മേടിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ലെതറിന്റെ മേടിച്ചോളൂ, സൂപ്പറാണ്. നമ്മളിപ്പോ മീഷോയിൽ നിന്ന് ഒരു റീസെന്റ് ഞാൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊരു ബാഗിന്റെ വൺ സൈഡ് നമ്മൾ എടുത്ത ബാഗിന്റെ അതേ സാധനം, അതേ നല്ല ലെതർ, നല്ല മെറ്റീരിയൽ. ഇത് മേടിച്ചോളൂ കേട്ടോ, കിട്ടുന്നെങ്കിൽ മേടിച്ചോളൂ. നമ്മൾ വിശാൽ മാർട്ടിലുണ്ടെങ്കിൽ നാട്ടില്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് ഇപ്പൊ ഞാൻ കുറച്ച് ആക്സസറീസ് ഒക്കെ വെക്കാൻ വേണ്ടി 99 രൂപയുള്ളൂ കേട്ടോ. നല്ല വലിയ സൈസുമാണ്. പിന്നെ ഇനി ഞാൻ പറയാൻ വന്ന കാര്യം എന്ന് പറഞ്ഞാൽ, പണ്ട് ഈ വീട്ടിലൊക്കെ
അമ്മയൊക്കെ അടുക്കളയിലേക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ എനിക്ക് വലിയ ഇതൊന്നും തോന്നാറില്ല. എന്തിനാ ഇങ്ങനെ സാധനങ്ങൾ, ഇതൊക്കെ എത്ര ഇത് എന്നൊക്കെയുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു അന്ന്. എനിക്കിങ്ങനെയുള്ള ഒന്നും നമ്മുടെ മനസ്സിൽ വരത്തില്ലല്ലോ. കാരണം നമ്മൾ അടുക്കളയിൽ കൂടെ എന്തിനാ തിന്നാൻ, അതല്ല നമ്മുടെ അടുക്കളയിലെ പരിസരത്തോട്ട് നമ്മൾ പോകാറില്ലല്ലോ. പക്ഷെ ഇപ്പൊ ഒരു അടുക്കള ഹാൻഡിൽ ചെയ്ത ഒരു ഇത് വന്നപ്പോഴാണ് എനിക്ക് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഇഷ്ടം തോന്നിയത്. അപ്പൊ ഞങ്ങൾ രണ്ടാളും പോയിട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അടുക്കളയിലേക്ക് കൊണ്ടുവന്ന കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ തപ്പും. അത് ഞങ്ങൾ ഭയങ്കര കുറവായിട്ടാണ്. കാര്യം ഞങ്ങൾക്ക് ഇവിടുന്ന് ഷിഫ്റ്റ് ആകുമ്പോൾ ഇത്രയും സാധനങ്ങൾ കൊണ്ടുപോകണം. അത് ഇങ്ങനെ ക്വാർട്ടേഴ്സിൽ അല്ലെങ്കിൽ പുറത്ത് ക്വാർട്ടേഴ്സിന്റെ വെളിയിലൊക്കെ ഇങ്ങനെ ട്രാൻസ്ഫർ ആയിട്ട് പോകുന്ന ഫാമിലീസിന് മനസ്സിലാവും കുറെ സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന്റെ പാട്. അപ്പൊ ഞങ്ങൾ കുറേശ്ശെ സാധനങ്ങൾ മേടിക്കും. ഭയങ്കരമായിട്ട് പാത്രങ്ങൾ കൊണ്ടുവരത്തില്ല. പക്ഷെ എന്നാലും ഇഷ്ടപ്പെടുമ്പോൾ നമുക്ക് മേടിക്കാൻ പറ്റാതിരിക്കുന്ന കുറച്ച് സാധനങ്ങൾ ഉണ്ടാവും. അതെനിക്കിപ്പോ മനസ്സിലായി. പണ്ട് അതെനിക്ക് ഉണ്ടാവില്ലായിരുന്നു. കാരണം നമ്മളങ്ങനെ ഒരു അടുക്കള ഹാൻഡിൽ ചെയ്യേണ്ട സ്റ്റേജ് വരുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ. അങ്ങനെ മേടിച്ച സാധനമാണ്. അപ്പോ ഇതാണ് കേട്ടോ ആദ്യം മേടിച്ചത്. ഇത് എന്തിനാണ് മേടിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല, അപ്പോഴും മനസ്സിലായില്ല. ഞങ്ങൾ രണ്ടാളും ഇഷ്ടപ്പെട്ടു. ബൈ 1 get 1 ഫ്രീ കണ്ടപ്പോ അങ്ങ് മേടിച്ചു. അതാണ് സംഭവിച്ചത്. റോയൽ ടച്ചില്ലേ ഗൈസ്, ഈ ഗ്രീൻ കാണാനായിട്ട് നല്ല രസമുണ്ട് കേട്ടോ. ഇതിനകത്ത് നമുക്ക് മഞ്ചാടി ഇട്ട് വെക്കാം. ഒരു ഡെക്കോറൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ, മഞ്ചാടി ഇട്ട് വെച്ചിട്ട്. അതുപോലെ എന്താ പറയുക, ഒരു പ്ലാന്റ് നമുക്ക് ചെയ്യാം. നല്ല എന്താ പറയാ, മറ്റേ മണി പ്ലാന്റ് ഒക്കെ വെച്ചിട്ട് ഇതിനകത്ത് വെള്ളം ഒഴിച്ച് വെച്ചാൽ നല്ലതായിരിക്കും. അതുപോലെ നമുക്ക് ആരെങ്കിലും ഗസ്റ്റ് വരാൻ നേരത്തെ അച്ചാറൊക്കെ കൊടുക്കാം. അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഉപ്പിട്ട് വയ്ക്കാം. അങ്ങനെയൊന്നും കേട്ടോ, അച്ചാറൊക്കെ അടച്ച് വെക്കാനായിട്ട് നല്ല സാധനം. ഇനി തപ്പണം ഇത് എന്തിനു കൊള്ളാന്ന്. നല്ല പൊട്ടുന്ന ഗ്ലാസ് ആണ്, നല്ല പക്ഷെ നിങ്ങൾ അവിടെ പോവാണെങ്കിൽ മസ്റ്റായിട്ടും ചെക്ക് ചെയ്തിട്ട് സാധനം മേടിക്കുക. എന്താ പറയാ, അവര് ചെക്ക് ചെയ്യും. പക്ഷെ എന്നാലും നമ്മൾ നോക്കുക അരിവ് പൊട്ടിയിട്ടുണ്ടോ. നമ്മളൊക്കെ വക്കെന്ന് കേട്ടോ പറയാ ഈ സാധനത്തിന്. വക്ക് പൊട്ടിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കുക. അതുപോലെ ഈ അരിവുണ്ടല്ലോ, അതിനാണ് വക്കെന്ന് പറയാം. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്ന് പറയണേ. അതുപോലെ ഇവിടെ ചെറിയൊരു ഇതുണ്ട് കേട്ടോ. അത് നമ്മൾ കാര്യമാക്കണ്ട, ചോരത്തൊന്നും ഇല്ല. പക്ഷെ അത് ഞങ്ങൾ കണ്ടില്ല. പക്ഷെ വലിയ പറയാനുള്ള കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. കുഴപ്പമില്ല. എന്താ പറയാ, വക്ക് പൊട്ടിയിട്ടുണ്ടോ, സാധനം പൊട്ടിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കുക, ചെക്ക് ചെയ്തിട്ട് മേടിക്കുക. പക്ഷെ നല്ല രസമുണ്ട്, കൂട്ടായിട്ടുണ്ട്. നെക്സ്റ്റ് സാധനം ഇതാണ് കേട്ടോ. ഇവിടെ ഭയങ്കര കുറഞ്ഞ് പൊട്ടിച്ചില്ല ഗൈസ്, അതുകൊണ്ടാണ് കേട്ടോ പൊട്ടിച്ച് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റാത്ത. ഇതാണ് കേട്ടോ സാധനം. ഇങ്ങനെ അടച്ചു വെക്കുന്ന ഈ നമ്മള് കറിയൊക്കെ വെച്ചിട്ട് അടച്ചു വെക്കുന്ന സാധനമാണ്. ഇത് പൊട്ടത്തില്ല കേട്ടോ, ഇത് പ്ലാസ്റ്റിക്കാ, പൊട്ടത്തില്ല. പക്ഷെ കാണാനൊരു എന്താ പറയാ, നമ്മുടെ ഗ്രാനൈറ്റിന്റെ ഒരു ടച്ച് ഇല്ലേ, സംഭവം അതാ കേട്ടോ. നല്ല അടച്ചു വെക്കുന്ന. ഇതും ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആയിരുന്നു. ഒന്നും നോക്കില്ല, ഞങ്ങളിങ്ങനെ മേടിച്ചു. ഞങ്ങൾ ഇവനെങ്ങ് പൊക്കി. അതന്നെ കേസ്. അങ്ങനെ ഇത് മേടിച്ചിട്ടുണ്ടേ. ഇത് മേടിച്ചു. ഇനി ഞങ്ങള് ഇഷ്ടപ്പെട്ട് വേണ്ടാന്ന് പറഞ്ഞ് ഈ സാധനം നമുക്ക് വേണ്ട എന്നും പറഞ്ഞ് ഇനി നമുക്ക് വേറെ എവിടെയെങ്കിലും പോകുമ്പോ, ഞങ്ങൾക്ക് വേറെ മാർക്കറ്റിലോ അങ്ങനെ പോകുമ്പോ മേടിക്കാന്ന് പറഞ്ഞിട്ട് പോവാമെന്ന് പറഞ്ഞ് ഇറങ്ങിയപ്പം താഴെ ഒരു സാധനം ഇട്ടിരിക്കുന്നു. ഞാൻ ഈ തറയിലങ്ങ് ഇരുന്നിട്ട് പറക്കി എടുത്തോണ്ട് വന്നതാ. അപ്പൊ രണ്ടാൾക്കും അത് ഇഷ്ടപ്പെട്ടു. അങ്ങനെ മേടിച്ച സാധനം കേട്ടോ ഇത്. തനി ഗ്രാനൈറ്റിൻ്റെതാണ് കേട്ടോ. നല്ല ഗ്ലാസ്, ഗ്രാനൈറ്റ് ഫിനിഷിൽ വരുന്നതാണ്. ഇത് ഗ്രാനൈറ്റ് അല്ലല്ലോ, ഗ്ലാസ് അല്ലേ ഗായ്സ്. ഇത് മണ്ണല്ലേ, ഗ്രാനൈറ്റ് എന്ന്. പക്ഷെ കാണാൻ ഒരു ഗ്രാനൈറ്റിന്റെ ഭംഗിയില്ലേ ഗൈസ്. നല്ലൊരു ഡിസൈൻ ആണ് ഇത് വരുന്നത്. നിങ്ങൾക്ക് കണ്ടാ മനസ്സിലാവും. കണ്ട ഒരു വെറൈറ്റി ഡിസൈൻ അല്ലേ. പക്ഷെ നല്ലോണക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ 63 രൂപയുള്ളൂ കേട്ടോ ഇതിന്. ഇത് കുറഞ്ഞെന്ന് വെച്ചാൽ 63 രൂപ വലിയ ചെറിയ പൈസ എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇത്രയും വലിയൊരു മഗ്ഗിന് 63 രൂപയ്ക്ക് എനിക്ക് ലാഭമായിട്ട് തോന്നി. പിന്നെന്താ പറയാ, നല്ല കപ്പാണ്. നല്ല അത്യാവശ്യം നല്ല ചായ കൊള്ളും, കാപ്പി കൊള്ളും, വെള്ളം കൊള്ളും, ജ്യൂസ് കൊള്ളും, എല്ലാം കൊള്ളും. അത് കഴിഞ്ഞ് ഇതിന്റെ പ്രൈസ് പറഞ്ഞില്ലല്ലോ. ഇതിന് 37 രൂപ ഉണ്ടായിരുന്നു. 37 അല്ലല്ലോ, ഇതിന് എത്രയായിരുന്നു? ഇതിന് 116 രൂപ, 118 രൂപ, 118 രൂപ കേട്ടോ ഇതിന്. പക്ഷെ ഇതിന് 2 എണ്ണം കിട്ടി. ഇതിന് 19 രൂപ. ഇതിന് 38 രൂപ. 19 രൂപയ്ക്ക് ഞാൻ 19 രൂപയ്ക്ക് ഞാൻ കണ്ടു. 19 രൂപയ്ക്ക് ഞാൻ കണ്ടു. പക്ഷെ ഞങ്ങൾ മേടിച്ചില്ല. 19 രൂപയ്ക്ക് മറ്റേ നമ്മുടെ മഡിന്റെ ഗ്ലാസ് ഉണ്ടല്ലോ, മൺ ഗ്ലാസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ സാധനം. ലസ്സിയൊക്കെ കുടിക്കുന്ന ഗ്ലാസ്, ഗ്ലാസ്. അപ്പൊ ഇതിന് വരുന്നത് ഈ പറയുന്നത് 27 രൂപയ്ക്ക് 2 എണ്ണം. പക്ഷെ എനിക്ക് ലാഭം കിട്ടുന്നത് ഇതിന് മാത്രമേ ഉള്ളൂ. ഞങ്ങള് 63 രൂപ കൊടുത്ത് 2 എണ്ണം മേടിച്ചത്. 63 അല്ല, 65 അല്ലേ. ഓക്കെ, 65 രൂപ കൊടുത്ത് മേടിച്ചത്. അപ്പൊ ഇതൊക്കെയാണ് ഞാൻ മേടിച്ച സാധനങ്ങള്. നിങ്ങൾക്കും എന്താ പറയാ, ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ആയാലും മാർക്കറ്റിലൊക്കെ പോയി മേടിക്കാനായിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പോയി മേടിക്കാം. നാട്ടില് ഈ പറയുന്ന പോലെ വിശാൽ മാർട്ടിൽ പോയിട്ട്
മേടിച്ചോളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ആണെങ്കിൽ നമ്മുടെ അടുക്കളയിലൊക്കെ വെക്കാനൊക്കെ ആയാലും നന്നായിട്ട് ഇഷ്ടപ്പെടും നിങ്ങൾക്ക്. ഭയങ്കര കുറേ സാധനങ്ങളൊന്നും ഞാൻ മേടിച്ചിട്ടില്ല, പക്ഷെ മേടിച്ച സാധനങ്ങൾ നിങ്ങളും കൂടെ കാണിക്കാതെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ പോയി പർച്ചേസ്. പക്ഷെ റീസെന്റ് ഞാനിപ്പോൾ പോയിട്ടുണ്ടായിരുന്നത് 3-4 മാസങ്ങൾക്ക് അപ്പുറമാണ് ഞാൻ ഇങ്ങനെ ഒരു സാധനം മേടിച്ചിട്ടത്. പക്ഷെ അന്ന് എനിക്ക് വീഡിയോ ചെയ്യുന്നിട്ട് ഉണ്ടായിരുന്നില്ലല്ലോ ഞാൻ. അപ്പൊ അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ നിങ്ങളുടെ അടുത്ത് അറിയിക്കാൻ. പക്ഷെ നിങ്ങൾ വിശാൽ മാർട്ടിൽ പോകുന്നത്, ഞാൻ വിശാൽ മാർട്ടിൽ നിന്ന് ആദ്യമായിട്ടോ ഇങ്ങനത്തെ സാധനം മേടിക്കുന്നത്. ഞാൻ ഇവിടെ DMart നിന്നാണ് മേടിക്കാറുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ വിശാൽ മാർട്ടിൽ ഇത് മേടിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കും നാട്ടിൽ ചെല്ലുമ്പോൾ, നാട്ടിൽ ഞാൻ ചെങ്ങന്നൂർ മാത്രമേ DMart കണ്ടിട്ടുള്ളൂ കേട്ടോ. പക്ഷെ വേറെ അടുത്ത സ്ഥലങ്ങളിൽ ഉണ്ടോയെന്നും എനിക്ക് അറിയത്തില്ല. നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് എന്തായാലും പോയി. ചിലപ്പോൾ എനിക്കറിയാത്തായിരിക്കും. ഞാൻ ശരിക്കും വിശാൽ മാർട്ടിൽ ഇവിടെ വന്നിട്ടാണ് കാണുന്നത്, അല്ലാതെ ഞാൻ അങ്ങനെ പോയി മേടിച്ചിട്ടുള്ള ഒരാളല്ല. അതുകൊണ്ട് എനിക്ക് അറിയത്തില്ലടാ. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും. നിങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ കമന്റിൽ ചെയ്യണം, ഇന്നെടുത്തതുണ്ടെന്ന് ഒന്ന് കമന്റ് ചെയ്യണം. നമുക്ക് നാട്ടിൽ പോകുമ്പോഴും മേടിക്കാമല്ലോ. ചെങ്ങന്നൂര് ഞാൻ കണ്ടിട്ടുണ്ട് ഈ റീസെന്റ് ഒരു 3-4 മാസങ്ങൾക്ക് അപ്പുറം ഞാൻ റീസെന്റ് ചെങ്ങന്നൂര് പോയപ്പോൾ കണ്ടു. സാധനം മേടിച്ചു, നല്ല സാധനമായിരുന്നേ, നല്ല തിരക്കും ഉണ്ടായിരുന്നടാ അന്ന്. അപ്പോ പക്ഷെ ഓഫർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഓഫർ ഉണ്ട്. എന്നാൽ ഇവിടുത്തെ അത്രയും വില കുറവ് കിട്ടുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് അത് ഭയങ്കര ഡൗട്ടായിരുന്നു. കാര്യം ഞാൻ ഈ ഇട്ടേക്കുന്ന ടീഷർട്ട് 100 രൂപയോ 110 രൂപയായിരുന്നു. പക്ഷെ ഇതിൽ എന്തോ ഒരു ചെറിയ അഴുക്കുണ്ടെന്നും പറഞ്ഞ് ആള് ഞങ്ങൾക്ക് 69 രൂപയ്ക്ക് തന്നു. അത് വെച്ച് നോക്കുകയാണെങ്കിൽ നാട്ടിൽ കുറച്ച് നഷ്ടമാണെന്ന് ഞാൻ പറയും. അഴുക്കൊന്നും ഉണ്ടല്ല കേട്ടോ, അവിടെ നല്ല നല്ല പ്യുവർ ക്വാളിറ്റി സാധനമാണ്. ഇതുകൊണ്ടിട്ടാണ് ഇവര് ഞങ്ങൾക്ക് ഇതിന് തന്നത്. അപ്പൊ അങ്ങനെ നോക്കിയെടുക്കാൻ ഇവിടെ നോക്കിയെടുക്കണം. നല്ല വില കുറച്ച് സാധനം കിട്ടും. അവിടെ എനിക്ക് അത്ര ഇതായിട്ട് തോന്നിയില്ല. പിന്നെന്താ, അപ്പം എല്ലാവരും മേടിക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടത് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇതൊരു ലോങ് വീഡിയോ ആയിട്ട് ഇട്ടത് നമ്മുടെ ഷോർട്സിലെല്ലാം കൂടെ ഉൾപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പൊ ഞാൻ എന്തായാലും എൻ്റെ ഒരു വാട്ട്സ് ഇൻ മൈ മേക്കപ്പ് കിറ്റ് ഉടനെ ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ ലിപ്സ്റ്റിക് ഷെയ്ഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എൻ്റെ പുതിയ ലിപ്സ്റ്റിക് ആണ് ഗൈസ്. നിങ്ങൾ നോട്ടീസ് ചെയ്തോ? ആദ്യമേ പറഞ്ഞില്ലല്ലേ. അപ്പോൾ ലിപ്സ്റ്റിക് വീഡിയോ ഉടനെ വരുന്നുണ്ട്. എനിക്ക് 1-2-3 പുതിയ ലിപ്സ്റ്റിക് മേടിച്ചിട്ടുണ്ട്, അതിന്റെ വീഡിയോ വരുന്നുണ്ട്. കുറച്ച് ആക്സസറീസിന്റെ വീഡിയോ വരുന്നുണ്ട്, ഒരു വാച്ചിന്റെ വീഡിയോ വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. എല്ലാം പെൻഡിങ് ആണ്. സോ ഞാൻ എന്തായാലും യൂട്യൂബിൽ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും കാണുക. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ. നമ്മുടെ ഫാമിലി ഒന്നും കൂടെ വലുതാവട്ടെ ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും എന്താ വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും എന്താ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പൊ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലിലെ വീഡിയോസ് ഒക്കെ കയറി കാണുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.